ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. സർ, സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, ഒരു വീടുണ്ടായി കഴിയുമ്പോൾ അതിൽ ചില വീടുകൾക്ക് ചില അസുഖങ്ങൾ കൂടുതലായി വരുന്നു, ചില വീടുകളിൽ താമസിക്കുമ്പോൾ സ്ഥിരമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഫെങ് ഷുയി ആയിട്ട് ബന്ധമുണ്ടോ? എങ്ങനെയാണ് അസുഖങ്ങളെ നമുക്കൊരു വീട്ടിൽ നിന്ന് എങ്ങനെ പരമാവധി ഒഴിവാക്കാം? അതൊന്ന് വിശദീകരിക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീട് നമ്മൾ ചെന്ന് താമസമാകുമ്പോൾ പല ആൾക്കാരും ചെയ്യേണ്ട പുതിയ വീട് വെച്ച് താമസമാകുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ചെന്ന് കയറിയുടനെ ചില എന്താ പറയുക ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചാൽ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ആ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു അസ്വസ്ഥത, വല്ലാത്ത രീതിയിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ആ വീടിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനും ആദ്യം വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വാങ്ങുമ്പോൾ ആ വീട് ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും സൂട്ടബിളാണോ അല്ലയോ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള വീട് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൂട്ടബിൾ അല്ലാത്ത വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോബ്ലംസ് നമുക്കുണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുവാൻ പല രീതിയുണ്ട്. പല രീതിയിൽ കൂടെയും പ്രോബ്ലംസ് ഉണ്ടാവാം. ഒന്ന്, ആ വ്യക്തി ഇപ്പം അസുഖം വരുന്ന ഇപ്പം ഗ്രഹനാഥനായിരുന്നാലും ഗ്രഹനാഥയായിരുന്നാലും അവർ കിടന്ന് ഉറങ്ങുന്ന റൂം ചിലപ്പോൾ അവർക്ക് സൂട്ടബിൾ അല്ലായിരിക്കാം. മനസ്സിലാവുന്നത്? അപ്പോൾ അതിന് ഒന്നത്, അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടായെങ്കിൽ, ഒത്തിരി എന്താ പറയുക നെഗറ്റീവ് ടോയ്ലറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കോ ഒക്കെ വന്നു കഴിഞ്ഞാലും വീട്ടിലുള്ള അംഗങ്ങൾക്ക് അസുഖം ഉണ്ടാവാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് അസുഖങ്ങളുണ്ടാവാം, കുട്ടികളുണ്ടാവാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടാകും. ഇവർ വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതാണ് കാരണം, എന്താണ് അവിടുത്തെ പ്രോബ്ലം, അത് നോക്കിയതിന് ശേഷം അതിനകത്തുള്ള റെമഡി നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമുക്ക് സൂട്ടബിളാണോ അല്ലയോ, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ട്, നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കാതെ നമ്മൾ വീട് വാങ്ങി ചെന്ന് കയറി താമസമായി അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സ്ത്രീക്കാണ് അസുഖം ഉണ്ടാവണമെങ്കിൽ, അതായത് ഗ്രഹനാഥയ്ക്കാണ് അസുഖം അവിടെ ഉണ്ടാവണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഭാഗം തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാവും. ഒന്നെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവാം, ഈവൻ വേസ്റ്റ് വാട്ടർ ടാങ്ക് വരെ ഉണ്ടാവാം. ഇല്ലെങ്കിൽ അതിനകത്ത് പഴയ വീടൊക്കെ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റായിട്ടുള്ള ഐറ്റങ്ങൾ അവിടെ നമുക്ക് അതിന് സൂട്ടബിളായിട്ടുള്ള രീതിയിലല്ലാത്ത എന്തെങ്കിലും ഐറ്റം അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്ന ഭൂമിയാവാം. ഇങ്ങനെയുള്ള ഭാഗങ്ങളുള്ളിടത്ത് ഗ്രഹനാഥയ്ക്ക് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അസുഖങ്ങളുണ്ടാവും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പല ആൾക്കാർക്കും എല്ലായിടത്തും ആൾക്കാരെ വിളിച്ച് കൺസൾട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലയോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് വാങ്ങുന്നവർക്കാണെങ്കിലും ഇങ്ങനെ ഒരു വീട് പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് ഫ്ലാറ്റ് വാങ്ങാൻ പറ്റില്ലല്ലോ. അല്ല, ഫ്ലാറ്റ് സൂട്ടബിൾ ആക്കാം, അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. കാരണം ഫ്ലാറ്റിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാന വാതിലല്ല അതിൻ്റെ എനർജി ലെവൽ നോക്കുന്നത്, വലിയ വിൻഡോ, ഏറ്റവും കൂടുതൽ എയർ സർക്കുലേഷൻ ഏതുവഴി വരുന്നു അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ അതിൻ്റെ എനർജി ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ലോഷോ സ്ക്വയറിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആണ് വീട്ടിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചെന്ന് താമസമായി ആ വീട്ടിലെ സ്ത്രീക്കാണ് അസുഖം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഭാഗത്തായിരിക്കും ആ വീട്ടിലെ ടോയ്ലറ്റ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ടോയ്ലറ്റ് അതുവഴി ചേർന്നായിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സാധാ വില്ലകളോ അല്ലെങ്കിൽ സാധാ വീടുകളൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് അതിന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ അവിടെ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖം മാറ്റം ഉണ്ടാകും. ഒരു പക്ഷേ പുരുഷനാണ് അസുഖം ഉണ്ടാകുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. കാരണം ചെന്ന് കയറി ഒരു നിവർത്തിയില്ല, ഉള്ള ജോലിയും പോയി, എല്ലാം പോയി, ആകെപ്പാടെ ഒരു എന്താ പറയുക ആത്മഹത്യയുടെ വക്കിൽ വന്ന് നിൽക്കുന്ന വീടുകൾ ശ്രദ്ധിക്കുക. ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും പ്രോബ്ലം. കാരണം അത് ഗ്രഹനാഥൻ്റെ തട്ടാണ്. ആ ഭാഗത്ത് എന്തെങ്കിലും ഇപ്പം പല വീടുകളിലും ആ ഭാഗത്താണ് സെപ്റ്റിക് ടാങ്കൊക്കെ വരാറ്. പക്ഷേ ആ ഭാഗത്ത് ഇങ്ങനെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഗ്രഹനാഥന് സാരമായിട്ടത് ബാധിക്കും. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാവണമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും പ്രോബ്ലം. കുട്ടികൾക്ക് അസുഖം വിട്ടുമാറാത്ത അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം നോക്കിയാൽ മതി.
കിഴക്ക് ഭാഗം വീട്ടിലുള്ള എല്ലാവർക്കും വിട്ടുമാറാത്ത അസുഖം. അപ്പം ഗ്രഹനാഥനോ ഗ്രഹനാഥയ്ക്കോ കുട്ടികൾക്കോ നല്ല സകല പേർക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗം നോക്കുക. ഇങ്ങനെ ഓരോ ഭാഗങ്ങളാണ് ഇതിനകത്ത്. ഇപ്പം ഒരു വീട്ടിൽ ഇന്ന അസുഖമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ ഇന്ന പ്രോബ്ലം. ഇപ്പം പല ആൾക്കാർക്കും ഞാൻ പോയി കൺസൾട്ട് ചെയ്യാറില്ല. ഫോൺ വഴി വിളിച്ചിട്ട് പറയുമ്പോൾ സാർ എൻ്റെ വീട്ടിൽ ഇന്ന പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ്, ജോലിയുടെ പ്രോബ്ലം ഇന്നതാണ്. അപ്പോൾ അപ്പോഴും ഞാൻ പറയും ഇന്ന ഭാഗത്ത് ഇന്നതുണ്ടോ ചെക്ക് ചെയ്യാൻ പറയും. കറക്റ്റായിട്ടത് ഉണ്ടായിരിക്കും. കാരണം ഇത് ഈ തിയറിക്കലായിട്ട് പഠിച്ചതിൻ്റെ മാത്രമല്ല, പ്രാക്ടിക്കലിൻ്റെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു 13 വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ വകയായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. പല വീടുകളിലും പോയി നോക്കുമ്പോൾ ആ വീട്ടിൽ ഇന്ന പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ഇന്ന ഭാഗം നോക്കുമ്പോൾ അവിടെ പ്രോബ്ലം ആണ്, അതിൻ്റെയാണ്. അപ്പോൾ നമുക്കതിന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കൃത്യമായിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ള ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് പലയിടത്തും. അപ്പോൾ സാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ആണെങ്കിൽ അല്ല, ഓരോ പ്രോബ്ലംസിന് ഓരോ റെമഡീസ് ആണ്. ഇപ്പോൾ എന്താണ് ആദ്യം നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്താ ചെയ്യുക, എന്താണ് അസുഖം, അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ പരിഹാരമുള്ളൂ. അപ്പം ഒരു വീട്ടിൽ ചെന്നിപ്പം സ്വാഭാവികമായിട്ട് ബേസിക് ഫംഗ്ഷൻ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഫ്ലൈയിങ് സ്റ്റാർ ആണ്. കാരണം വരുന്ന 20 വർഷത്തേക്കുള്ള കറക്ഷനാണ്. ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അവരുടെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയുമ്പോൾ അവരുടെ പ്രോബ്ലം എന്താണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അവരുടെ വൈബ്രേഷനിൽ കിട്ടും, അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ വീട്ടിൽ ഇന്നതാണ് പ്രോബ്ലം. ഇപ്പം ഈയിടയ്ക്ക് ഞാൻ ഒരു വീട് ചെയ്തായിരുന്നു. ഗൾഫിൽ നല്ല രീതിയിൽ ബിസിനസ് ഹൈ ആയിട്ട് ബിസിനസ് പോയിക്കൊണ്ടിരുന്ന ഒരാൾ നാട്ടിൽ തൊടുപുഴ ഒരു വീട് വെച്ചു. അദ്ദേഹത്തിന് ബിസിനസ്സിന് പോരായ്മയൊന്നുമില്ല, കുറവൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നു. പക്ഷെ അദ്ദേഹം പൂർണ്ണ മദ്യപാനിയായി മാറി. ഭയങ്കര മദ്യപാനി. വീട് വെച്ച ശേഷം മദ്യപാനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയം എപ്പോഴും 24 മണിക്കൂർ മറ്റേ എന്താ പറയുക, നമ്മുടെയൊക്കെ ഭാഷയിൽ താമര എന്ന് പറയല്ലേ, 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്നതാണ് ആ ഒരു രീതിയിൽ. ഇത് ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആദ്യം അവിടെ നിന്ന് വിളിച്ച ഡ്രൈവറാണ് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മാഡം വിളിച്ചു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇന്നടുത്തുള്ള തൊടുപുഴയുള്ള വീടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ പോയി. അപ്പം ഇവിടെ അവരെല്ലാം ഗൾഫിലാണ്. ഈ വീട് ഞാൻ പോയിട്ട് അതിൻ്റേതായ രീതിയിലുള്ള കറക്ഷൻ ഞാൻ അവിടെ ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സാറേ ഇപ്പം 3 ദിവസം കൊണ്ട് അദ്ദേഹം മദ്യപാനം നിർത്തി. കാരണം പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ അവിടെ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ നമ്മൾ മാറ്റി. അവരുടെ ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ ഭയങ്കര അതിശയമായിട്ട് തോന്നും, മിറാക്കിൾ പോലെയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു ഇത് ചെയ്തതിൻ്റെ ഇതൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പറയുന്നത്. ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് അസുഖമുണ്ടോ അത് ആ വീടിൽ നിന്ന് നമുക്ക് തുടങ്ങും. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞു സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ബോഡിയിൽ മാത്രമല്ല ചെയ്യേണ്ടത്. ഒരു വീട്ടിലുള്ള ആൾക്ക് ഇന്ന അസുഖമുണ്ട്, ഇന്ന പർട്ടിക്കുലർ വീടിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പോയിന്റ് അതിൻ്റേതായ രീതിയിലുള്ള റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ ശരീരത്തിലുള്ള അസുഖം മാറും. സുജോക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. സുജോക്ക് എന്ന് പറയുന്നത് ശരിക്കും കൊറിയൻ ട്രീറ്റ്മെൻറ്റാണ്. ഏകദേശം 30 വർഷമേ ആയുള്ളൂ അത് ലോഞ്ച് ചെയ്തിട്ട്. മറ്റേ എന്താ അക്യുപഞ്ചറൊക്കെ പോലെ ഇരിക്കുന്ന അതേപോലെ തന്നെ മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമ്മുടെ വെറും കയ്യിലും കാലും. സുജോക്ക് എന്ന് വെച്ചാൽ കൈയും കാലും എന്നേ അർത്ഥമുള്ളൂ കൊറിയൻ ഭാഷയിൽ. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള എന്ത് അസുഖമാണെങ്കിലും കയ്യിലും അല്ലെങ്കിൽ കാലും കൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. വിതിൻ 22 സെക്കൻഡ്സിനകത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ്. അതിനകത്ത് അത് ഞാൻ വരും എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനെക്കുറിച്ച് എന്താണ് സുജോക്ക് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പം ഇതേപോലെ തന്നെ അത് നമുക്ക് ഇപ്പം പല ഫെങ്ഷി ചെയ്യുന്ന വീടുകളിൽ ഞാനത് അപ്ലൈ ചെയ്ത് തുടങ്ങി. കാരണം അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി അത് വീടിൻ്റെ പർട്ടിക്കുലർ പോയിന്റുകളിൽ അത് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല നല്ല റിസൾട്ടാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അസുഖങ്ങൾ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അതായത് നമ്മുടെ തോട്ടിൽ വരുന്നത് ഇന്ന വീട്ടിൽ വന്ന് കയറുമ്പോൾ അവിടെ നിന്ന് ലൈറ്റായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി വരുമ്പോൾ അത് നമ്മൾ ഓവറായിട്ട് വീഴ്ത്തിക്കളയും അല്ലേ. അതിനുള്ള റെമഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. എന്തായാലും അസുഖങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സമയം വളരെ കുറഞ്ഞു, സമയക്കുറവായിട്ട് നിർത്തുന്നു. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. നമസ്കാരം.